Hi children, in the last class we have discussed the Pythagoras theorem and its converse. അല്ലേ, നമ്മൾ പൈതഗോറസ് തിയറം എന്താണെന്ന് പ്രൂവ് ചെയ്തു, അതോടൊപ്പം അതിൻ്റെ കോൺവേഴ്സും പ്രൂവ് ചെയ്തു. പിന്നെ നമ്മൾ എക്സസൈസ് 6.5-ലെ 2 ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്തു അല്ലേ. ഇനി നമുക്ക് എക്സസൈസ് 6.5 ക്വസ്റ്റ്യൻ നമ്പർ 3 തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയ ക്വസ്റ്റ്യൻ ഇതാണ്. ABD ഇസ് എ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് അറ്റ് എ. അതായത് ABD എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. ആംഗിൾ എ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. കാരണം റൈറ്റ് ആംഗിൾഡ് അറ്റ് എ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആംഗിൾ എ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞേക്കുന്നു. ദെൻ AC പെർപെൻഡിക്കുലർ ടു BD. AC എന്ന് പറയുന്ന ലൈൻ BDക്ക് പെർപെൻഡിക്കുലർ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. Then we have to show that we have to prove that 3 sub questions. First one, AB square equal to BC into BD, AC square equal to BC into DC, AD square equal to BD into CD. ഈ 3 പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ട്രയാങ്കിൾ BAD A 90 ഡിഗ്രി ആണ് അല്ലെ. അപ്പം A 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന അതായത് BD എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ന്യൂസ് അല്ലെ. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ ABD റൈറ്റ് ട്രയാങ്കിൾ തന്നിരിക്കുന്നു. അതിന്റെ 90 ഡിഗ്രി വെർട്ടെക്സിൽ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു ഹൈപ്പോട്ന്യൂസിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് വെച്ചൊരു തിയറം പഠിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ ആ തിയറം എന്താന്നുള്ളത്? യെസ്, തിയറം 6.7 അല്ലെ. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ റൈറ്റ് ആംഗിളിന്റെ വെർട്ടെക്സിൽ നിന്ന് നമ്മൾ ഹൈപ്പോട്ന്യൂസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിയുമ്പോൾ നമുക്ക് അവിടെ 2 ട്രയാങ്കിൾസ് ഫോം ചെയ്യും. ആ 2 ട്രയാങ്കിൾസ് സിമിലർ ആണ്. അതോടൊപ്പം ഈ ഓരോ ട്രയാങ്കിളും ഈ ഹോൾ ട്രയാങ്കിളിനും സിമിലർ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ ഒരു കണ്ടീഷനാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തോണം നമ്മൾ ചെയ്യേണ്ടത് ആ തിയറം 6.7 അനുസരിച്ചാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യാനുള്ള എന്താന്ന് നോക്കാം. നമുക്കൊന്ന് പ്രൂഫ് നോക്കാം. ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AB സ്ക്വയർ ഈക്വൽ ടു BC ഇൻറ്റു BD. ഇതാണ് നമുക്ക് ആദ്യമായിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത് അല്ലെ. അപ്പൊ നോക്കിക്കേ, നമുക്കിവിടെ AB വേണം, BC വേണം, BD വേണം. ഞാൻ പറഞ്ഞു ഇവിടെ റൈറ്റ് ട്രയാങ്കിളിന്റെ റൈറ്റ് ആംഗിൾ ഏതാണോ ആ വെർട്ടെക്സിൽ നിന്ന് അതിന്റെ ഹൈപ്പോട്ന്യൂസിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന 2 ട്രയാങ്കിൾസ് സിമിലർ ആണ്. അതോടൊപ്പം ഈ ഓരോ ട്രയാങ്കിളും ഈ ഹോൾ അതായത് BAD എന്ന് പറയുന്ന ട്രയാങ്കിളിന് സിമിലർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 2 ട്രയാങ്കിൾസ് കിട്ടി, BACയും ADCയും കിട്ടി. അപ്പൊ നമുക്കിവിടെ പറയാൻ പറ്റും ഈ BACയും BDAയും സിമിലർ ആണ് അല്ലെ. BACയും BDAയും സിമിലർ ആണ്. എന്തുകൊണ്ടാണ് ആ 2 ട്രയാങ്കിൾ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ പ്രൂഫിനകത്ത് തന്നിരിക്കുന്നത് നമുക്ക് AB വേണം അല്ലെ. AB കിട്ടാൻ നമുക്ക് ഈ ഒരു ചെറിയ ട്രയാങ്കിൾ എടുത്താൽ മതി. BC വേണം, BCക്കും ഈ സെയിം ട്രയാങ്കിൾ തന്നെ മതി. പിന്നെ നമുക്ക് BD വേണം. അപ്പൊ BD നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഈ ഹോൾ ട്രയാങ്കിൾ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് BD എന്ന് പറയുന്ന സൈഡ് നമുക്ക് പ്രൂഫിനകത്ത് വരുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ 2 ട്രയാങ്കിൾസ് എടുത്തേക്കുന്നത്. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 ട്രയാങ്കിൾസ് BDAയും BACയുമാണ്. ഇനി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം എങ്ങനെയാണ് നമ്മൾ ആ ട്രയാങ്കിൾസ് എടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ നോക്കി നമുക്ക് BD വേണ്ടതോടെ നമ്മൾ ഈ ഹോൾ ട്രയാങ്കിളും ഈ ചെറിയ ട്രയാങ്കിളും എടുത്തു. ഇനി നമ്മൾ BAC എന്ന് എന്തുകൊണ്ടാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രയാങ്കിളിന്റെ 90 ഡിഗ്രി വന്നിരിക്കുന്നത് ആംഗിൾ സിയിലാണ് അല്ലെ. അപ്പം BAC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചാൽ ഇതാണ് നമുക്ക് 90 ഡിഗ്രി കിട്ടിയേക്കുന്നത് അല്ലെ. ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആളാണ് ഹൈപ്പോട്ന്യൂസ്. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ BAC എന്നെടുത്തു. അതോടൊപ്പം ഇവിടെ ഈ BDA എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ 90 ഡിഗ്രി A ആണ്. അപ്പൊ ഈ എയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആളാണ് നമ്മുടെ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ BDA എന്നുമാണ്. അപ്പൊ നമ്മൾ 2 ട്രയാങ്കിൾസ് എടുക്കുന്നു, BACയും
ബി ഡി എ എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ആംഗിൾ എ 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അതോടൊപ്പം എ സി എന്ന് പറയുന്ന ബി ഡിക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എടുക്കാൻ പോകുന്ന രണ്ട് ട്രയാങ്കിൾസ് ഇൻ ട്രയാങ്കിൾ ബി ഡി എ ആൻഡ് ട്രയാങ്കിൾ ബി എ സി. ബി ഡി എയും ബി എ സി എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ്. കാരണം നമ്മുടെ 6.7 നമ്മുടെ തിയറം 6.7 വെച്ച് ഈ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് എന്താന്ന് പറയാം? യെസ്, ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ. ഏത് തിയറം വെച്ചാണ്? നമ്മളുടെ തിയറം 6.7 വെച്ച് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാം. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോയും സെയിം ആണ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ സെയിം ആണെന്നുള്ളത്. ഓക്കെ, നമുക്ക് ആ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ബി ഡി ബൈ ബി എ, അതായത് ബി ഡി, ഞാൻ ഈ എടുക്കുന്ന ഈ ആദ്യത്തെ രണ്ട് സൈഡ് എടുക്കുകയാണ്, ബി ഡിയും ബി എയും. ബി ഡി ബൈ ബി എ ഈക്വൽ ടു, അടുത്തത് ഞാൻ എടുക്കുന്നത് ബി എ, ഈ ഫസ്റ്റും ലാസ്റ്റ് ബി എ ബൈ ബി സി ഈക്വൽ ടു ഡി എ ബൈ എ സി. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഞാനിവിടെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ക്വസ്റ്റ്യനകത്ത് നമുക്ക് വേണ്ടത് ബി സി ഇൻറ്റു ബി ഡി ആണ് ഫസ്റ്റ് നമ്മുടെ പ്രൂഫ് വേണ്ടത്. നോക്കിയേ, ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് ഇവിടെ ബി സി ഇൻറ്റു ബി ഡി എന്ന് കിട്ടും. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ രണ്ട് സൈഡ്സ് മാത്രം നമ്മൾ ഈക്വൽ ആണെന്ന് പറഞ്ഞ് എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം ബി ഡി ബൈ ബി എ ഈക്വൽ ടു ബി എ ബൈ ബി സി. ഈ രണ്ട് സൈഡ്സ് നമ്മൾ ഈക്വൽ ആണെന്ന് പറഞ്ഞ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണ്. ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, ഇത് ഇങ്ങോട്ട് പോയി. അപ്പം ബി എ ഇൻറ്റു ബി എ ഈക്വൽ ടു ബി സി ഇൻറ്റു ബി ഡി എന്ന് എഴുതാം അല്ലെ? ബി സി ഇൻറ്റു ബി ഡി. ബി എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എ ബി ആണ്. ദാറ്റ് ഈസ് എ ബി സ്ക്വയർ ഈക്വൽ ടു ബി സി ഇൻറ്റു ബി ഡി എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് തിയറം നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചെയ്തു അല്ലെ? ഫസ്റ്റ് നമുക്ക് എളുപ്പമായിരുന്നു. നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തു. ആ രണ്ട് ട്രയാങ്കിൾസ് തിയറം 6.7 വെച്ച് അത് സിമിലർ ആണ്. സിമിലർ ആയതുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് എഴുതി. ഇനി നമുക്ക് ഏതാണോ പ്രൂവ് ചെയ്യാൻ വേണ്ടത് ആ രണ്ട് സൈഡ്സ് നമ്മൾ ഈക്വൽ എന്ന് പറഞ്ഞെടുത്ത് അതിനകത്തുനിന്ന് നമ്മുടെ പ്രൂഫ് നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് എന്താന്ന് നോക്കിക്കേ. എ സി സ്ക്വയർ ഈക്വൽ ടു ബി സി ഇൻറ്റു ഡി സി ആണ് അല്ലെ? എ സി സ്ക്വയർ ഈക്വൽ ടു ബി സി ഇൻറ്റു ഡി സി. എ സി സ്ക്വയർ വരണമെങ്കിൽ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ വേണം, ബി സിയും ഡി സിയും വേണം, ബി സിയും വേണം ഡി സിയും വേണം. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ ഈ രണ്ടെണ്ണം എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എ സിയും ബി സിയും ഡി സിയും വരുള്ളൂ. അപ്പൊ നിങ്ങൾ ഏതാണോ പ്രൂഫിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സൈഡ്സ് അത് കിടക്കുന്ന ട്രയാങ്കിൾസ് വേണം നമ്മളിവിടെ കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് എന്താണെന്ന് എഴുതാം. എ സി സ്ക്വയർ ഈക്വൽ ടു ബി സി ഇൻറ്റു ഡി സി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിനായിട്ട് എടുക്കുന്ന ട്രയാങ്കിൾസ് ബി എ സിയും എ ഡി സിയും എടുക്കാം. ട്രയാങ്കിൾ ബി എ സിയും എ ഡി സിയും എടുക്കാം. ഓക്കെ, ബി എ സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇതാണ്, എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇതാണ്. അപ്പൊ ഇത് രണ്ടും സിമിലർ ആണ് അല്ലെ? സിമിലർ ആണ്. ഏത് തിയറമാണ് നമ്മളുടെ? യെസ്, തിയറം 6.7 വെച്ച് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ്. ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോയും ഈക്വൽ ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം ബി എ ബൈ എ ഡി. ഞാൻ ആദ്യം ഇത് എടുക്കുകയാണ്. ബി എ ബൈ എ ഡി എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്ന രണ്ട് സൈഡ്സ് എടുത്തു, ഈക്വൽ ടു ബി സി ബൈ എ സി എടുത്തു. ഇനി ഞാൻ അടുത്ത് എടുക്കാൻ പോകുന്നത് എ സി ബൈ ഡി സി എടുത്തു. കാരണം ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ്. സിമിലർ ആയതുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോയും ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചെടുത്തു. ഇനി നിങ്ങൾ നോക്കുക, നമുക്ക് വേണ്ടത് എ സി സ്ക്വയറും ഈക്വൽ ടു ബി സി ഇൻറ്റു ഡി സി ആണ്. അപ്പൊ ഇതിനകത്ത് ഏത് രണ്ട് സൈഡ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും?
യെസ്, ലാസ്റ്റത്തെ ഈ രണ്ടെണ്ണം ഇക്വേറ്റ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളുടെ ആൻസർ ആയി അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം ബി സി ബൈ എ സി ഈക്വൽ ടു എ സി ബൈ ഡി സി എന്ന് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം അടുത്ത സ്റ്റെപ്പില്? യെസ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലെ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. നമുക്കപ്പം എ സി ഇൻറ്റു എ സി ഈക്വൽ ടു ബി ഏതാണ് ബി സി ഇൻറ്റു ഡി സി എന്ന് കിട്ടി. ഓക്കെ, എ സി ഇൻറ്റു എ സി എന്ന് പറഞ്ഞാൽ എ സി സ്ക്വയർ ആണ് ഈക്വൽ ടു ബി സി ഇൻറ്റു ഡി സി എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഏതാണോ അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഒരു സബ് ക്വസ്റ്റ്യനും കൂടെ പ്രൂവ് ചെയ്യാനുണ്ട് അല്ലെ. തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. എ ഡി സ്ക്വയർ ഈക്വൽ ടു ബി ഡി ഇൻറ്റു സി ഡി. ഇതാണ് നമുക്ക് മൂന്നാമതായിട്ട് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, നിങ്ങൾ നോക്കുക, ഇതിനകത്ത് നമുക്ക് എ ഡി വേണം, ബി ഡി വേണം, സി ഡി വേണം. ബി ഡി വേണ്ടത് കൊണ്ട് നമ്മുടെ ഈ ഹോൾ ട്രയാങ്കിൾ വേണം. ബി ഡി എ എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കണം. ഇനി നമുക്ക് വേണ്ടത് സി ഡി എന്ന് പറയുന്ന സൈഡ് വേണം അല്ലെ. സി ഡി എന്ന് പറയുന്ന സൈഡ് വേണ്ടത് കൊണ്ട് നമുക്കറിയാം നമുക്ക് ഈ എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിള് കൺസിഡർ ചെയ്യണം. ഓക്കെ, എ ഡി സി എടുത്ത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാം. ഈ ഒരു ട്രയാങ്കിളിന്റെ 90 ഡിഗ്രി വന്നിരിക്കുന്നത് സി ആണ്. സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് നമ്മുടെ ഹൈപ്പോന്യൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എ ഡി സി എന്ന് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ രണ്ട് ട്രയാങ്കിൾസ് എടുക്കാം. ട്രയാങ്കിൾ ബി ഡി എ ആൻഡ് ട്രയാങ്കിൾ ബി ഡി എ ആൻഡ് ട്രയാങ്കിൾ എ ഡി സി. ട്രയാങ്കിൾ എ ഡി സിയും എടുത്തു അല്ലെ. നമുക്കറിയാം ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ്. ട്രയാങ്കിൾ ബി ഡി എ സിമിലർ ടു ട്രയാങ്കിൾ എ ഡി സി. ഏത് തിയറം അനുസരിച്ചാണ് നമുക്കത് സിമിലർ ആണെന്ന് പറയുന്നത്? യെസ്, തിയറം 6.7. നിങ്ങൾ ആ തിയറം 6.7 നന്നായിട്ട് മനസ്സിലാക്കണം. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ 90 ഡിഗ്രി വരുന്ന വെർട്ടെക്സിൽ നിന്ന് ഹൈപ്പോന്യൂസിലേക്ക് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. അവിടെ കിട്ടുന്ന രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ്. ആ ഓരോ ട്രയാങ്കിൾസും ആ ഹോൾ ട്രയാങ്കിളിനും സിമിലർ ആണ്. ആ ഒരു കണ്ടീഷൻ എപ്പോഴും ഓർത്തിരുന്നോണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ സൈഡ്സിന്റെ റേഷ്യോയും ഈക്വൽ ആണെന്ന് പറഞ്ഞ് എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം ബി ഡി ബൈ എ ഡി. ബി ഡി ബൈ എ ഡി ഈക്വൽ ടു ഡി എ ബൈ ഡി സി ഈക്വൽ ടു ബി എ ബൈ എ സി എന്ന് ഞാൻ എഴുതി. ഓക്കെ, ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന സൈഡ്സ്, അതായത് ബി ഡി എന്ന് പറയുന്ന സൈഡ് ഇവിടെ എ ഡി ആണ്. ഇനി ഡി എ ആണ് ഞാൻ ഇവിടെ എടുക്കുന്നതെങ്കിൽ ഈ ഡി സി ആണ് അതിന്റെ കൂടെ എടുക്കേണ്ടത്. ഇനി ബി എ ആണെങ്കിൽ അതിനകത്ത് നിന്ന് എ സി ആണ് എടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഇവിടെ ഏത് രണ്ട് ട്രയാങ്കിൾസ് ഏത് രണ്ട് സൈഡ്സ് എടുക്കുന്നത്? ഇവിടെ ആദ്യത്തെ രണ്ടെണ്ണാണെങ്കിൽ ഇവിടെയും ആദ്യത്തെ രണ്ടെണ്ണമായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന സൈഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് എ ഡി സ്ക്വയർ ഈക്വൽ ടു ബി ഡി ഇൻറ്റു സി ഡി ആണ് അല്ലെ. അപ്പൊ ബി ഡി ഇൻറ്റു സി ഡി പറഞ്ഞെങ്കിൽ ഈ രണ്ട് സൈഡ്സ് നമ്മൾ ഈക്വൽ ആണെന്ന് എഴുതിയാൽ മതി അല്ലെ. ബി ഡി ബൈ എ ഡിയും ഡി എ ബൈ സി ഡിയും എടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അത് രണ്ടും കൺസിഡർ ചെയ്യാം. ബി ഡി ബൈ എ ഡി ഈക്വൽ ടു എ ഡി ബൈ സി ഡി എന്ന് എഴുതാം. അതായത് ഡി എന്ന് പറഞ്ഞാലും എ ഡി തന്നെ, അപ്പം എ ഡി എന്ന് പറഞ്ഞാലും ഡി എന്ന് പറഞ്ഞാലും സെയിം ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം എ ഡി ഇൻറ്റു എ ഡി ഈക്വൽ ടു ബി ഡി ഇൻറ്റു സി ഡി എന്ന് കൊടുക്കാം. ഓക്കെ, എ ഡി ഇൻറ്റു എ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ഡി സ്ക്വയർ ആണ്. എ ഡി സ്ക്വയർ ഈക്വൽ ടു ബി ഡി ഇൻറ്റു സി ഡി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ നമ്മൾ മൂന്ന് സപ്പോസ് നമ്മൾ പ്രൂവ് ചെയ്തു. സിമ്പിൾ ആയിരുന്നു അല്ലെ. അതായത് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് തിയറം 6.7 വെച്ചാണ് ഈ പ്രൂഫ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ബി സി ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് അറ്റ് സി. അതായത് എ ബി സി എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, വാട്ട് ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ? യെസ്, in a triangle two sides are equal, then that type of triangles are called isosceles triangle അല്ലെ. അതായത് ഐസോസെലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതോടൊപ്പം
റൈറ്റ് ആംഗിൾഡ് അറ്റ് സി, അതൊരു റൈറ്റ് ആംഗിളും കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റൈറ്റ് ട്രയാംഗിൾഡ് ഐസോസ്ലസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് AB² = 2AC². ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് ഫിഗർ ഒന്നും തന്നിട്ടില്ല, നമുക്കൊരു ട്രയാംഗിൾ വരയ്ക്കാം. ട്രയാംഗിൾ ABC, അവിടെ സി എന്ന് പറയുന്ന വെർട്ടെക്സ് 90 ഡിഗ്രി വരത്തക്ക രീതിയിൽ നമുക്കൊരു ട്രയാംഗിള് വരയ്ക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു ട്രയാംഗിൾ വരച്ചു. ABC എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ വരച്ചു. ട്രയാംഗിളിന്റെ സി എന്ന് പറയുന്ന വെർട്ടെക്സ് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ 90 ഡിഗ്രി വരച്ചിരിക്കുന്ന വെർട്ടെക്സിന് സി എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി നോക്കിയേ, ഇനി ഇതൊരു ഐസോസ്ലസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐസോസ്ലസ് ആയതുകൊണ്ട് ഇവിടെ ഏതൊക്കെ രണ്ട് സൈഡ്സ് ആയിരിക്കും ഈക്വൽ വരിക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് രണ്ട് സൈഡ്സ് ആയിരിക്കും നമുക്ക് ഈക്വൽ എന്ന് എഴുതാൻ പറ്റുക? യെസ്, BCയും ACയും. എന്താണ് അതിന്റെ റീസൺ? യെസ്, അതായത് ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആണ്. റൈറ്റ് ട്രയാംഗിളിന്റെ 90 ഡിഗ്രി ആംഗിൾ വരുന്നതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആള് ഹൈപ്പോട്ന്യൂസ് ആണ്, അല്ലെ? ഈ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്ന ആള് ഈ ട്രയാംഗിളിന്റെ ഏറ്റവും നീളം കൂടി, ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡ് ഹൈപ്പോട്ന്യൂസ് ആണ്. അപ്പൊ നമുക്ക് ഇത് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഈ AB എന്ന് പറയുന്ന ഇതിന്റെ ഈ ട്രയാംഗിളിന്റെ ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡ് ആണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് സൈഡ്സ് എന്ന് പറയുന്നത് BCയും ACയുമാണ്. അപ്പൊ ഈ ഒരു ഐസോസ്ലസ് ട്രയാംഗിളിന്റെ BC = AC എന്ന് എഴുതാം. കാരണം എന്താണ്? യെസ്, ദിസ് ഈസ് ആൻ ഐസോസ്ലസ് ട്രയാംഗിൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് എഴുതാം, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ABC എന്ന് പറയുന്നത് ഒരു ഐസോസ്ലസ് ട്രയാംഗിൾ ആണ്. ABC ഈസ് ആൻ ഐസോസ്ലസ് ട്രയാംഗിൾ ആണ്. അതോടൊപ്പം റൈറ്റ് ആംഗിൾഡ് അറ്റ് സി, അതായത് ആംഗിൾ സി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? AB² എന്ന് പറയുന്നത് 2AC² ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം നിങ്ങൾ ഇവിടെ ഏത് തിയർ ആയിരിക്കും അപ്ലൈ ചെയ്യുക? നമുക്ക് ഇവിടെ വേണ്ടത് AB² = 2AC² എന്നാണ് വേണ്ടത്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഏത് തിയർ ആയിരിക്കാം? യെസ്, നമ്മുടെ പൈതഗോറസ് തിയറം, അല്ലെ? പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം നമുക്കറിയാം. ഹൈപ്പോട്ന്യൂസ്² = base² + altitude² ആണ് നമുക്കറിയാം. അപ്പൊ നമ്മൾ ആ ഒരു തിയറം അപ്ലൈ ചെയ്താണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ബൈ പൈതഗോറസ് തിയറം, നമ്മൾ പഠിച്ചിരിക്കുന്ന പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് ഈ ഒരു ട്രയാംഗിളിന്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, AB², അതായത് ഹൈപ്പോട്ന്യൂസ്² = base² + altitude² ആണ്, അല്ലെ? ഇതാണ് നമ്മുടെ പൈതഗോറസ് തിയറം. ഇവിടെ ബേസ് ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് AB ആണ്. AB² = നമുക്ക് എഴുതാൻ പറ്റും BC² + AC² എന്ന്, അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം AC² + BC² = AB² എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ട്രയാംഗിൾ ABC ഒരു ഐസോസ്ലസ് ട്രയാംഗിൾ ആണ്. ഇവിടെ നമുക്കറിയാം AC = BC ആണ്. രണ്ട് സൈഡ്സും ഈക്വൽ ആണ്, അല്ലെ? അപ്പൊ രണ്ട് സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് നമുക്കിവിടെ BC എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ്? യെസ്, AC തന്നെയാണ്, അല്ലെ? അപ്പൊ നമുക്കിവിടെ എഴുതാം AC² + AC² = AB² എന്ന് എഴുതാം. എന്താണ് റീസൺ? അതായത് AC = BC ആണ്. ബിക്കോസ് ട്രയാംഗിൾ ABC ഈസ് ആൻ ഐസോസ്ലസ് ട്രയാംഗിൾ. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും AB² = AC² + AC², 2AC² ആണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, അല്ലെ? പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റി. നമ്മുടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. അതോടൊപ്പം ഐസോസ്ലസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് രണ്ട് സൈഡ്സ് ഈക്വലും ആണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ പോലെയുള്ളതാണ്. ABC ഈസ് ആൻ ഐസോസ്ലസ് ട്രയാംഗിൾ. ABC എന്ന് പറയുന്ന ഒരു ഐസോസ്ലസ് ട്രയാംഗിൾ ആണ്. വിത്ത് AC = BC, ACയും BCയും ഈക്വൽ ആണ്. AB² = 2AC². ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തത് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെ? AB² = 2AC² നമുക്ക് തന്നിരിക്കുന്നു. നമുക്ക് പ്രൂവ് ചെയ്യണം. പ്രൂവ് ദാറ്റ്
ABC is a right triangle. ABC എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലെ. നമുക്ക് പറഞ്ഞിരിക്കുന്നത് ABC എന്ന് പറയുന്ന ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? യെസ്, 90 ഡിഗ്രി വരണം അല്ലെ. അപ്പൊ ഈ 90 ഡിഗ്രി വരണമെങ്കിൽ നമുക്കറിയാം ഒരു റൈറ്റ് ട്രയാങ്കിളിനെ ഉള്ളൂ പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതണമെങ്കിൽ അത് ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആയിരിക്കണം? യെസ്, അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ആ പൈതഗോറസ് തിയറം ശരിയാക്കി, അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറയാം അല്ലെ. അതായത് റൈറ്റ് ട്രയാങ്കിളിനാണ് നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ ABC ഞാൻ വരച്ചു. ട്രയാങ്കിൾ ABC എന്ന് വരച്ചു. നമ്മൾക്ക് തന്നിട്ടുണ്ട് AC-യും BC-യും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം AB സ്ക്വയർ ഈക്വൽ ടു 2AC സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതെന്ന് എഴുതാം. ഗിവൺ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ABC is an isosceles triangle. ABC is an isosceles triangle എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം AC ഈക്വൽ ടു BC എന്ന് തന്നിട്ടുണ്ട്. AB സ്ക്വയർ ഈക്വൽ ടു 2AC സ്ക്വയർ എന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് എന്താണ്? യെസ്, ABC is a റൈറ്റ് ട്രയാങ്കിൾ. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി വരണം എങ്കിൽ മാത്രമേ അത് റൈറ്റ് ട്രയാങ്കിൾ ആകത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂഫിലേക്ക് പോകാം. പ്രൂഫ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് AC ഈക്വൽ ടു BC തന്നിട്ടുണ്ട്. AB സ്ക്വയർ ഈക്വൽ ടു 2AC സ്ക്വയർ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം AC ഈക്വൽ ടു BC എന്ന് തന്നിരിക്കുന്നു. അതോടൊപ്പം AB സ്ക്വയർ ഈക്വൽ ടു 2AC സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ 2AC സ്ക്വയറിനെ നമുക്ക് AC സ്ക്വയർ പ്ലസ് AC സ്ക്വയർ എന്ന് എഴുതാം. അതാണല്ലോ 2AC സ്ക്വയർ അല്ലെ. നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. AB സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ പ്ലസ് AC സ്ക്വയർ. അതായത് AC സ്ക്വയർ പ്ലസ് AC സ്ക്വയർ ആണ് 2AC സ്ക്വയർ. ഇവിടെ നമുക്ക് AC എന്ന് പറഞ്ഞാൽ BC എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം AB സ്ക്വയർ ഈക്വൽ ടു BC സ്ക്വയർ പ്ലസ് AC സ്ക്വയർ എന്ന് എഴുതാം. കാരണം സിൻസ് AC എന്ന് പറഞ്ഞാൽ BC ആണ് നമുക്കറിയാം. അപ്പൊ ഞാൻ ഈ ഒരു AC മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുത്തു? BC കൊടുത്തു. നോക്കിക്കേ, ഇത് നോക്കിയത് പൈതഗോറസ് തിയറം അനുസരിച്ച് നമ്മൾ എഴുതുന്നതാണ് അല്ലെ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് അല്ലെ. അതായത് AB സ്ക്വയർ ഈക്വൽ ടു BC സ്ക്വയർ പ്ലസ് AC സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈതഗോറസ് തിയറമാണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാം ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? യെസ്, ദിസ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. കാരണം ഇവിടെ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം പൈതഗോറസ് തിയറം ഇവിടെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു. പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈഡ്. ഇവിടെ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് പറയാം therefore triangle ABC is a right ട്രയാങ്കിൾ എന്ന് എഴുതാം. കാരണം റൈറ്റ് ട്രയാങ്കിൾ ആവണമെങ്കിൽ അവിടെ നമുക്ക് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറയാം. സിമ്പിൾ ആണ്, മുമ്പേ ചെയ്തതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇത് ഓക്കെ. ദെൻ 6th ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ABC is an equilateral triangle. What is an equilateral triangle? Yes, a triangle of its 3 sides are equal. 3 സൈഡ്സും ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിൾ ആണ് ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു സൈഡ് തന്നിട്ടുണ്ട് 2A എന്ന് തന്നിരിക്കുന്നു അല്ലെ. ഒരു സൈഡ് 2A ആണെങ്കിൽ ബാക്കിയുള്ള സൈഡ്സ് എല്ലാം തന്നെ 2A ആയിരിക്കും അല്ലെ. ഫൈൻഡ് ഈച്ച് ഓഫ് ഇറ്റ്സ് ഓൾട്ടിറ്റ്യൂഡ്. നമുക്ക് അതിന്റെ ഓൾട്ടിറ്റ്യൂഡിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സൈഡ് തന്നിട്ടുണ്ട് 2A എന്ന് തന്നിരിക്കുന്നു. അപ്പൊ ഇതിന്റെ 3 സൈഡും 2A ആണ്. ഇനി ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വെർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ
മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എ എന്ന് പറയുന്ന ഒരു വെർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റ് ആയ ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഞാനൊരു ലൈൻ വരച്ചു. അപ്പൊ എന്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് AD ആണ്. അപ്പൊ എനിക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ADയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓൾട്ടിറ്റ്യൂഡ് എന്താന്ന് ക്ലിയർ ആക്കുക. ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഓൾട്ടിറ്റ്യൂഡ് വരച്ചു. എന്റെ ഓൾട്ടിറ്റ്യൂഡ് BD ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് BC ആണ് അല്ലെ. BC എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് നമുക്കറിയാം. നമുക്ക് ഇവിടുന്ന് BDയും CDയും കണ്ടുപിടിക്കാം അല്ലെ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? യെസ്, D എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആണ് അല്ലെ. മിഡ് പോയിന്റ് ആകുമ്പോൾ ഈ BDയും CDയും സെയിം ആയിരിക്കും അല്ലെ. BD എന്ന് പറയുന്നത് BCയുടെ പകുതിയാണ്, അല്ലെങ്കിൽ CD എന്ന് പറഞ്ഞാല് BCയുടെ പകുതിയാണ്. BCയുടെ പകുതിയാണ് ഈ രണ്ടു പേരും എന്ന് അത് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം. നമുക്ക് തന്നിരിക്കുന്ന ഒക്കെ ഒന്ന് എഴുതാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ ABC ഈസ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ട്രയാങ്കിൾ ABC അല്ലെ. അതുകൊണ്ട് തന്നെ AB എന്ന് പറഞ്ഞാലും BC എന്ന് പറഞ്ഞാലും AC എന്ന് പറഞ്ഞാലും 2A ആണ് അല്ലെ. മൂന്ന് സൈഡ്സും ഈക്വൽ ആണ്. ഓക്കെ, ഇനി നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. ഡ്രോ BD എന്ന് പറയുന്ന ലൈൻ വരയ്ക്കുന്നു. പെർപെൻഡിക്കുലർ ടു BD അല്ല, AD പെർപെൻഡിക്കുലർ ടു BC. BCക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ AD എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു അല്ലെ. അപ്പൊ ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് എന്റെ AD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം D എന്ന് പറയുന്നത് ഇവിടെ മിഡ് പോയിന്റ് ആണ് അല്ലെ. D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് BC. BCയുടെ മിഡ് പോയിന്റ് ആണ് D എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് BD കണ്ടുപിടിക്കാൻ വേണ്ടി ഹാഫ് ഓഫ് BCയുടെ പകുതിയാണ് BD. അപ്പം BC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2A ആണ്. 2ഉം 2ഉം ക്യാൻസൽ ആക്കി. അപ്പൊ നമുക്ക് BD എന്ന് പറഞ്ഞു കഴിഞ്ഞാല് A എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആയല്ലോ? BD എന്ന് പറഞ്ഞാൽ ഓക്കെ, അപ്പൊ നമുക്ക് BD ഈക്വൽ ടു A എന്ന് കിട്ടി. BDA ആണെങ്കിൽ CD എന്ന് പറഞ്ഞാലും A തന്നെയാണ് അല്ലെ. CD എന്ന് പറഞ്ഞാലും ഈ BCയുടെ ഹാഫ് തന്നെയാണ്. അത് നമുക്ക് A എന്ന് കിട്ടും. നമുക്കിനി ഓൾട്ടിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ABD അല്ലെ. ഇൻ ട്രയാങ്കിൾ ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ വരച്ചു. ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ. കാരണം D എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. കാരണം നമ്മൾ പെർപെൻഡിക്കുലർ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന ഒരു കണ്ടീഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് AD സ്ക്വയർ പ്ലസ് BD സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ എന്ന് എഴുതാം. കാരണം ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് വരുന്നത് AB ആണ്. ഇനി നമുക്കിവിടെ വേണ്ടത് AD സ്ക്വയർ വേണം അല്ലെ. അപ്പൊ BD സ്ക്വയർ നമുക്ക് റൈറ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പം AD സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ മൈനസ് BD സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് AB അറിയാം 2A ആണ്. 2Aയുടെ സ്ക്വയർ എഴുതുമ്പോൾ 4A സ്ക്വയർ വരും. അതുപോലെ തന്നെ ഈ BD എന്ന് പറഞ്ഞാൽ A ആണ്, ദാറ്റ് ഈസ് A സ്ക്വയർ അല്ലെ. 4A സ്ക്വയർ മൈനസ് A സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3A സ്ക്വയർ ആണ്. ഓക്കെ, AD സ്ക്വയർ ആണ് നമുക്ക് 3A സ്ക്വയർ കിട്ടിയേക്കുന്നത്. AD കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിന്റെ റൂട്ട് എടുക്കണം അല്ലെ. റൂട്ട് ഓഫ് 3A സ്ക്വയർ എടുക്കണം. A സ്ക്വയറിന്റെ റൂട്ട് നമുക്കറിയാം A ആണ്. റൂട്ട് 3യുടെ റൂട്ട് 3 തന്നെയാണ്. അപ്പൊ നമുക്ക് കിട്ടി റൂട്ട് 3A എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് 3A ആണ്. ക്ലിയർ ആയാലും ഈ ക്വസ്റ്റ്യൻ ചെയ്തത് ആദ്യം നമ്മൾ അതിന്റെ ഈക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു. എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. പിന്നെ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുന്നു. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ മിഡ് പോയിന്റിലേക്കാണ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഈ രണ്ട് സൈഡും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ക്ലിയർ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ.
Okay, then 7th question. Okay, prove that the sum of the squares of the sides of a rhombus. അതായത് ഒരു റോംബസിന്റെ സൈഡ്സിന്റെ സ്ക്വയറിന്റെ സമ്മ. റോംബസിന്റെ സൈഡ്സിന്റെ സ്ക്വയർ അതിന്റെ സം എന്ന് പറയുന്നത് is equal to the sum of the squares of its diagonal. അതിന്റെ സമ്മിന്റെ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഡയഗണലിന്റെ സ്ക്വയറിന്റെ സമ്മിന് ഈക്വൽ ആണ്. അതായത് ഒരു റോംബസിന്റെ സൈഡ്സിന്റെ സ്ക്വയർ എടുക്കുന്നു, അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നത് അതിന്റെ ഡയഗണലിന്റെ സ്ക്വയറിന്റെ സമ്മിന് ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ ഒരു റോംബസ് വരച്ചിട്ടുണ്ട്, ABCD എന്ന് പറയുന്ന റോംബസ് അല്ലെ. റോംബസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, അതോടൊപ്പം അതിന്റെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നു 90 ഡിഗ്രിയിൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയഗണൽ ഓഫ് എ റോംബസ് ബൈസെക്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് 90 ഡിഗ്രിയിലാണ് അത് ബൈസെക്ട് ചെയ്യുന്നത് അതിന്റെ ഡയഗണൽസ്. ഓക്കെ, അപ്പം ഇത് അത്രയും കാര്യങ്ങൾ നമുക്ക് റോംബസിനെ പറ്റി അറിയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ സൈഡ്സ്, അതായത് AB² പ്ലസ് BC² പ്ലസ് CD² പ്ലസ് AD² എന്ന് പറയുന്നത് അതിന്റെ ഡയഗണലിന്റെ സ്ക്വയറിന്റെ സം. അതായത് ഡയഗണൽ എന്ന് പറഞ്ഞാൽ AC-യും BD-യുമാണ്. അപ്പം AC² പ്ലസ് BD² എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ ക്വസ്റ്റ്യൻ? അതായത് റോംബസിന്റെ സൈഡ്സിന്റെ സ്ക്വയറിന്റെ സം എന്ന് പറയുന്നത് അതിന്റെ ഡയഗണലിന്റെ സ്ക്വയറിന്റെ സമ്മിന് ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എഴുതാം. ഇവിടെ ഞാനൊരു റോംബസ് വരച്ചിട്ടുണ്ട് അല്ലെ. ഗിവൺ ABCD is a rhombus. ABCD എന്ന് പറയുന്നത് ഒരു റോംബസ് ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് എഴുതാം അല്ലെ. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? AB² പ്ലസ് BC² പ്ലസ് CD² പ്ലസ് AD² എന്ന് പറയുന്നത് ഈക്വൽ ടു AC² പ്ലസ് BD². ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ. ഇതിന്റെ ഡയഗണലിന്റെ സ്ക്വയറിന്റെ സമ്മിന് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. നമുക്കറിയാം ഇതിന്റെ ഡയഗണൽസ് 90 ഡിഗ്രി ആംഗിളിലാണ് ബൈസെക്ട് ചെയ്യാൻ നമുക്കറിയാം അല്ലെ. അപ്പൊ നോക്കിയേ, ഇത് ഇവിടെ നമ്മൾ O എന്ന് പറഞ്ഞ ഒരു പേര് കൊടുക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് OAയും OCയും ഈക്വൽ ആണ്, OBയും ODയും ഈക്വൽ ആണ്. ഈ OA എന്ന് പറയുന്നത് AC-യുടെ പകുതിയാണ് അല്ലെ. അതുപോലെ OD എന്ന് പറയുന്നത് BD-യുടെ പകുതിയാണ്. കാരണം കറക്റ്റ് ഇന്റർസെക്ട് ചെയ്യുന്നു മിഡ് പോയിന്റിൽ 90 ഡിഗ്രിയിൽ നമുക്ക് ഇന്റർസെക്ട് ചെയ്യുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ സൈഡ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഹാഫ് ആണ്. AC-യുടെ ഹാഫ് ആണ് OA, BD-യുടെ ഹാഫ് ആണ് OD എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് അതനുസരിച്ച് എഴുതാം. അതായത് OA എന്ന് പറഞ്ഞാൽ OA ഈക്വൽ ടു OC. OAയും OCയും ഈക്വൽ ആണ്. അതോടൊപ്പം അത് AC-യുടെ പകുതിയാണ്, ഹാഫ് AC ആണ് അല്ലെ. ഇനി അതുപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും OB ഈക്വൽ ടു OD ആണ്. അതെന്ന് പറയുന്നത് BD-യുടെ ഹാഫ് ആണ്. BD-യുടെ ഹാഫ് ആണ് OAയും ODയും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പൈതഗോറസ് തിയറം അനുസരിച്ച് എഴുതാൻ പോവുകയാണ്. ബൈ പൈതഗോറസ് തിയറം, നമ്മുടെ പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് എഴുതാം. നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ്, ട്രയാങ്കിൾ AOB. അപ്പൊ ഇത് 90 ഡിഗ്രി ആണ് നമുക്കറിയാം അല്ലെ. 90 ഡിഗ്രി ആയതുകൊണ്ട് നമ്മുടെ പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് AB-യുടെ സ്ക്വയർ ആണ് അല്ലെ. AB² ഈക്വൽ ടു OA² പ്ലസ് OB² എന്ന് എഴുതാം. നമ്മുടെ പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് എഴുതാം അല്ലെ. അപ്പം ഇൻ ട്രയാങ്കിൾ AOB എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്തു. അതിനകത്ത് AB² ഈക്വൽ ടു OA² പ്ലസ് OB² ആണ് അല്ലെ എന്ന് എഴുതാൻ പറ്റുമല്ലോ. കാരണം ട്രയാങ്കിൾ AOB ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്കത് അങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഞാൻ അടുത്ത ട്രയാങ്കിൾ എടുക്കുകയാണ്, ട്രയാങ്കിൾ BOC. ഇതും 90 ഡിഗ്രി ആണ് ഇവിടെ വരുന്നത് അല്ലെ. ഇതും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇൻ ട്രയാങ്കിൾ BOCയില് അവിടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണ് വരുന്നത്? യെസ്, BC ആണ് അല്ലെ. അപ്പൊ BC² ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റും OB² പ്ലസ്
OC² എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഞാൻ അടുത്ത ട്രയാങ്കിൾ എടുത്തു. ട്രയാങ്കിൾ COD. ട്രയാങ്കിൾ COD-യില് ഹൈപ്പോന്യൂസ് എന്ന് പറയുന്ന CD ആണ്. അപ്പം CD² ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റും OC² പ്ലസ് OD² എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇനി നാലാമത്തെ ട്രയാങ്കിൾ ഞാൻ എടുക്കുന്നു. ട്രയാങ്കിൾ AOD. AOD-യില് ഹൈപ്പോന്യൂസ് എന്ന് പറയുന്നത് AD ആണ്. AD² ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റും OA² പ്ലസ് OD² എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. അപ്പൊ എനിക്ക് ഇവിടെ 4 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട് അല്ലെ. നോക്കിക്കേ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് ഈ കിടക്കുന്നതെല്ലാം. അതായത് AB², BC², CD², അതാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. നമുക്കിത് 4ഉം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലെ. 1 2 3 4 നമുക്കൊന്ന് ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുന്നു, റൈറ്റ് സൈഡും ആഡ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ലെഫ്റ്റ് സൈഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും AB² പ്ലസ് BC² പ്ലസ് CD² പ്ലസ് AD² ഈക്വൽ ടു, ഇനി നമ്മൾ റൈറ്റ് സൈഡ് ആഡ് ചെയ്യാൻ പോവുകയാണ്. റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ OA² പ്ലസ് OB² പ്ലസ് OB² പ്ലസ് OC² പ്ലസ് നോക്കിക്കേ OC² പ്ലസ് OD² പ്ലസ് OA² പ്ലസ് OD². നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആഡ് ചെയ്തു. ഇനി നോക്കിയാൽ റൈറ്റ് സൈഡിൽ നമുക്ക് OA ഒക്കെ 2 എണ്ണം ഉണ്ട് അല്ലെ. OA² പ്ലസ് OA² ഉണ്ട്. നമുക്കത് 2OA² എന്ന് എഴുതാം. അതുപോലെ OB 2 എണ്ണം ഉണ്ട്, OC 2 എണ്ണം ഉണ്ട്, ODയും 2 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ അത് നമുക്ക് ഈക്വൽ ടു 2OA², 2OB², 2OC² എന്നൊക്കെ എഴുതാൻ പറ്റും അല്ലെ. നമുക്ക് അടുത്ത സ്റ്റെപ്പ് അങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2OA² പ്ലസ് 2OB² പ്ലസ് 2OC² പ്ലസ് 2OD² എന്ന് എഴുതി. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു 2 കോമൺ എടുക്കാം അല്ലെ. 2 നമ്മൾ ഇവിടെ കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 2 ഇൻറ്റു OA² പ്ലസ് OB² പ്ലസ് OC² പ്ലസ് OD² എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇനി നോക്കിയാൽ നമുക്കറിയാം ഈ OC എന്ന് പറഞ്ഞാല് OC എന്ന് പറഞ്ഞാൽ OA ആണ് അല്ലെ. OD എന്ന് പറഞ്ഞാൽ OB ആണ്. നമുക്കറിയാം, നമ്മുടെ ഇതിനകത്ത് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് OC എന്ന് പറഞ്ഞു കഴിഞ്ഞാല് OA ആണ്. അതുപോലെ OD എന്ന് പറഞ്ഞാൽ OB ആണ്. നമുക്കറിയാം, കാരണം ഇത് ബൈസെക്ട് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത് അല്ലെ. OCയും OAയും ഈക്വൽ ആണ്, OBയും ODയും ഈക്വൽ ആണ്. അപ്പൊ ഞാൻ ഈ OCക്ക് പകരം ഞാൻ OA കൊടുക്കുന്നു, ഈ ODക്ക് പകരം ഞാൻ OB കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഞാൻ ഒന്നുകൂടെ എഴുതും 2 ഇൻറ്റു OA² പ്ലസ് OB² പ്ലസ് OA² പ്ലസ് OB². ഓക്കെ, OCക്ക് പകരം ഞാൻ OA കൊടുത്തു, ODക്ക് പകരവും ഞാൻ OB കൊടുത്തു. ഓക്കെ, വീണ്ടും നമുക്ക് അതിനകത്ത് നോക്കിയേ 2 ഇൻറ്റു 2OA² പ്ലസ് 2OB² എന്ന് കിട്ടി അല്ലെ. 2OA² പ്ലസ് 2OB² എന്ന് കിട്ടി. വീണ്ടും നമുക്ക് ഇവിടുന്ന് ഒരു 2 പുറത്തെടുക്കാം. അപ്പൊ 2 ഇൻറ്റു 2 4 വരും. 4 ഇൻറ്റു OA² പ്ലസ് OB² എന്ന് നമുക്ക് കിട്ടി അല്ലെ. 2 ഇൻറ്റു OB² പ്ലസ് OA² എന്ന് കിട്ടി. ഇനി OA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാഫ് AC ആണ്. OB എന്ന് പറഞ്ഞാൽ ഹാഫ് BD ആണ് അല്ലെ. അപ്പൊ നമ്മളിത് വീണ്ടും എഴുതുകയാണ്. 4 ഇൻറ്റു ഹാഫ് ഇൻറ്റു OA എന്ന് പറഞ്ഞാൽ ഹാഫ് AC². അപ്പം ഹാഫ് AC ദ ഹോൾ സ്ക്വയർ വരും. അപ്പൊ ഹാഫിന്റെ സ്ക്വയർ 1/4 വരും. AC² പ്ലസ് 1/4 BD² എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് ഈ 1/4 പുറത്തേക്ക് എടുക്കാം അല്ലെ. 1/4 പുറത്തേക്ക് എടുക്കുമ്പോൾ 4 ഇൻറ്റു 1/4 ഇൻറ്റു AC² പ്ലസ് BD² എന്ന് കിട്ടി. അവിടെ നമുക്ക് 4ഉം 4ഉം കട്ടായി AC² പ്ലസ് BD² എന്ന് കിട്ടി. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ആരാ മക്കളെ നോക്കിക്കേ, AB² പ്ലസ് BC² പ്ലസ്
സി ഡി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ഈ 4 ട്രയാങ്കിൾസ് റൈറ്റ് ട്രയാങ്കിൾസ് എടുത്തു, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു, 4 ഇക്വേഷൻസ് കിട്ടി, അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമ്മളിവിടെ ഒ സിയും ഒ ഡിയും മാറ്റി, വീണ്ടും നമ്മൾ ഒ എ മാറ്റി ഹാഫ് എ സി എന്നും ബി ഡി എന്നുള്ളത് ഒ ബി എന്നുള്ളത് ഹാഫ് ബി ഡി എന്നും കൊടുത്താണ് ചെയ്തേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയാലും സിമ്പിൾ ആണ്, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇതനുസരിച്ച് നമുക്ക് MCQ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ നന്നായിട്ട് ക്ലിയർ ആക്കുക ഈ ഒരു പ്രോബ്ലം കേട്ടോ. ഓക്കെ.